കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധികേഷിൻ്റെ കൂടെ വീട്ടിലേക്ക് കയറി വരികയാണ്. മനസ്സ് നിറയെ 100 കൂട്ടം സംശയങ്ങളായിരിക്കും. താൻ കണ്ടത് നികേഷിൻ്റെ അമ്മയെ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പാണ്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. പക്ഷേ ആ സ്ത്രീ ഇവിടെയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്? നികേഷിനെ ഒന്ന് കാണാൻ പോലും അവർ ശ്രമിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യങ്ങൾ നിധിയുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്നു. അവൾ വീട്ടിലെത്തിയതും സുഭാഷും സുധീഷൊക്കെ ചുറ്റും കൂടി. എന്തായി ജോലി എന്നൊക്കെ സുഭാഷ് തിരക്കിയപ്പോൾ കുഴപ്പമില്ല സുഭാഷേട്ടാ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് അവൾ മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ സുഭാഷിന് വലിയ ആശ്വാസമായി. ജോലിയുടെ കാര്യമോർത്ത് സമാധാനമില്ലാതെ ഇരിക്കുകയായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് ചോദിക്കുന്നത്, അല്ല നിധിയേട്ടത്തി ബസ്സിലാണോ വന്നത് എന്ന്. കൂടെ വന്ന നികേഷിനോടൊപ്പം ബസ്സിലാണ് വന്നത് എന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷിന് അതങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിധി? ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കാറിൽ പോയി കൂട്ടിക്കൊണ്ടു വരുമായിരുന്നില്ലേ എന്ന് അവൻ ചോദിച്ചു. പക്ഷേ അതൊന്നും ശരിയല്ല എന്നും ബസ്സിൽ കയറി ശീലമാക്കണമല്ലോ എന്നൊക്കെ നിധി ഉറപ്പിച്ചു പറഞ്ഞു. സുധീഷേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടും വെറുതെ എന്തിനാ ബസ്സിൽ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷും സുധീഷിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് സുധീഷ് ആവർത്തിച്ചുവെങ്കിലും നിധി അതൊന്നും കാര്യമാക്കിയില്ല. അവളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നേരെ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് നിധി നേരെ ചെന്നത് ഭാസ്കരൻ്റെ അടുത്തേക്കാണ്. ഭാസ്കരനോട് നേരിട്ട് തന്നെ അവൾ ചോദിച്ചു, നികേഷിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണെന്ന്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ഒന്ന് ഞെട്ടി. നികേഷിൻ്റെ അമ്മയോ? അവരെക്കുറിച്ച് ഇനി എന്നോട് ചോദിക്കരുത് എന്നായി ഭാസ്കരൻ. അച്ഛൻ കള്ളം പറയൊന്നും വേണ്ട, അവർ ഈ ട്രിവാൻഡ്രം വിട്ട് എവിടെയോ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ തറപ്പിച്ചു പറഞ്ഞു. നീ എന്തിനാ നിധി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്? എനിക്കറിയില്ല എന്ന് തന്നെ അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ താൻ ഇന്ന് അവരെ കണ്ട കാര്യം നിധി വെളിപ്പെടുത്തുമ്പോൾ ഭാസ്കരനൊന്ന് പതറി. നീ ആരെയാ കണ്ടത്? അതാരെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചു നടന്നാൽ വഴിയിൽ കാണുന്നവരൊക്കെ അവരാണെന്ന് തോന്നിപ്പോവുമെന്നൊക്കെ പറഞ്ഞ് അയാൾ അവരെ തിരുത്താൻ നോക്കി. എന്നിട്ടും നിധി സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയരുത് എന്നും അവൾ ഈ നാട്ടിൽ പോലുമില്ല എന്നും പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി. അയാൾ എന്തൊക്കെയോ ഉള്ളിലൊതുക്കുന്നുണ്ട് എന്ന കാര്യം അന്നേരം തന്നെ നിധിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് അടുക്കളയിലേക്ക് വന്ന നിധി സുഭാഷിനോട് സംസാരിച്ചു. പാത്രങ്ങളൊക്കെ പഴകിയെന്നും പുതിയത് വാങ്ങിക്കണമെന്നൊക്കെ അവൾ പറഞ്ഞു. ഒരു കറി വെച്ച പാത്രം തന്നെ കഴുകി അടുത്ത കറിക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് അവൾ പരിഭവിച്ചപ്പോൾ, സാരമില്ല നിധി, സാലറി കിട്ടിയിട്ട് നമുക്ക് വാങ്ങാമെന്ന് സുഭാഷ് അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോവാനിറങ്ങുമ്പോഴേക്കും ഭാസ്കരൻ നിധിയുടെ കണ്ണിൽപ്പെടാതെ തന്നെ മാറി നിൽക്കുകയായിരുന്നു. ഇവളിനി എന്തെങ്കിലും ചോദിക്കുമോ എന്ന പേടി അയാളുടെ മുഖത്തുണ്ടായിരുന്നു. നിധിക്കത് മനസ്സിലാവുകയും ചെയ്തു. സുധീഷ് അവളെ കൊണ്ടുവിടാമെന്ന് നിർബന്ധിച്ചുവെങ്കിലും നികേഷിൻ്റെ കൂടെ ബസ്സിൽ പോയിക്കോളാമെന്ന് തന്നെ അവൾ പറഞ്ഞു. സുധീഷ് എത്ര നിർബന്ധിച്ചിട്ടും അവൾ വഴങ്ങിയില്ല. നികേഷ് ഒരുങ്ങാൻ താമസിക്കുമെന്ന് സുഭാഷും ഹരീഷുമൊക്കെ കളിയാക്കി പറഞ്ഞുവെങ്കിലും നിധി കാത്തുനിന്നു. നികേഷിനെ കൂട്ടി അവൾ ഇറങ്ങിയപ്പോൾ സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. താലി കെട്ടിയത് ഞാനായിട്ടും അവൾക്കിപ്പോഴും നികേഷിൻ്റെ കൂടെ പോവാനാണ് താല്പര്യമെന്ന് പോലും അവൻ സുഭാഷിനോട് പരാതി പറഞ്ഞു. ആ സമയത്താണ് വീട്ടിൽ ബാത്റൂം പണിയാനായി ആളുകൾ വരുന്നത്. സുഭാഷ് മുൻകൈയെടുത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഗംഗാധരൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി. കോടതി ഉത്തരവുണ്ട് എന്നും ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ ബഹളം വെച്ചു. സുഭാഷും സുധീഷുമൊക്കെ അയാളെ എതിർത്തുവെങ്കിലും അയാൾ അടങ്ങാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് ഭാസ്കരൻ ഗംഗാധരനെ മാറ്റി നിർത്തിയിട്ട് ഒരു രഹസ്യം പറയുന്നത്. അതെ, നിങ്ങളുടെ പെങ്ങളുടെ മകൾ ലളിതയുടെ മകൾ സുനന്ദക്ക് സുഭാഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന കാര്യമൊക്കെ എനിക്കറിയാം. അവളുടെ കല്യാണത്തലേന്ന് അവൾ ഇവിടെ വന്നതും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ അവളുടെ ഭർത്താവിനോട് ചെന്നങ്ങ് പറയട്ടെ? ഭാസ്കരൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗാധരൻ അങ്ങ് വല്ലാതായി. ആ ഭീഷണി കേട്ടപ്പോൾ ഗംഗാധരൻ്റെ സകല ധൈര്യവും ശരിക്കും അങ്ങ് ചോർന്നു പോകുന്നത് പോലെയായി. അയാൾ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പെട്ടെന്ന് സ്ഥലം വിട്ടു. പെട്ടെന്ന് അയാൾ പിൻവാങ്ങിയത് കണ്ട് സുഭാഷും മറ്റുള്ളവരൊക്കെ ശരിക്കും അതിശയം തോന്നിയെങ്കിലും ഭാസ്കരൻ ഉപയോഗിച്ച തന്ത്രമൊന്നും തന്നെ അവരറിഞ്ഞിരുന്നില്ല. ഗംഗാധരൻ വാലാട്ടിക്കൊണ്ട് പടിയിറങ്ങുന്നത് കണ്ടപ്പോൾ സുഭാഷും സുധീഷും ശരിക്കും അമ്പരപ്പായി. അത്ര നേരം പുലിക്കുട്ടി പോലെ ഇവിടെ നിന്ന മനുഷ്യൻ പെട്ടെന്ന് പൂച്ചക്കുട്ടിയെ പോലെ പോയതിൻ്റെ ഗുട്ടൻസ് അവർക്ക് പിടികിട്ടിയില്ല. ഭാസ്കരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു ബീഡിക്ക് തീ കൊളുത്തിച്ചെന്ന് അവിടെ നിന്നു. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും തൻ്റെ കയ്യിലുള്ള ആ ഒരു പഴയ രഹസ്യം കുടുംബത്തിന് തുണയായല്ലോ എന്നൊരാശ്വാസം അയാളുടെ മുഖത്ത് നിഴലിച്ചു. ബാത്റൂം പണി കൃത്യമായി നടക്കുമ്പോഴും നിധിയുടെ മനസ്സ് ഓഫീസിലായിരുന്നില്ല. ബസ്സിൻ്റെ ജനാലിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുമ്പോഴും ഇന്നലെ കണ്ട ആ സ്ത്രീയുടെ മുഖം അവളുടെ കൺമുന്നിൽ തന്നെ തെളിഞ്ഞു വന്നു. നികേഷ് അടുത്തുണ്ടായിരുന്നിട്ടും അവനോട് ഇത് എങ്ങനെ പറയുമെന്ന് അവൾക്ക് യാതൊരുവിധ നിശ്ചയവുമില്ല. നികേഷിന് തൻ്റെ അമ്മയെക്കുറിച്ച് അധികം ഓർമ്മകളില്ല. അവനെ വിഷമിപ്പിക്കണോ എന്ന ചിന്ത അവളെ തളർത്തിക്കളഞ്ഞു. വൈകുന്നേരം ഓഫീസിൽ നിന്നും മടങ്ങി വന്ന വഴി നിധി ഒരു തീരുമാനമെടുത്തു. ആരോടും പറയാതെ താൻ ആ സ്ത്രീയെ കണ്ട ഇടത്തേക്ക് ഒരിക്കൽ കൂടി പോകണം. നികേഷിനെ ഒരു കള്ളം പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് നിർത്തിയിട്ട് അവൾ ആ പഴയ കോളനി ലക്ഷ്യമാക്കി നടന്നു. അവിടുത്തെ ഒരു ചെറിയ ചായക്കടയിൽ കയറിയിട്ട് അവൾ തിരക്കി.
ഇവിടെ ഒരു ചേച്ചി താമസിക്കുന്നുണ്ടല്ലോ. ഫോട്ടോ കാണിച്ചു. നികേഷിൻ്റെ അമ്മയെപ്പോലൊരാൾ. കടക്കാരൻ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും പിന്നീട് പറഞ്ഞു, അത് ശാന്തമ്മയല്ലേ? അവർ ഈ അടുത്തുള്ള ഒരു തറവാട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യാണ്. ആരോടും അധികം സംസാരിക്കാറില്ല. നിധി ആ വിലാസം തപ്പിപ്പിടിച്ച് അവിടെ എത്തി. മതിൽ കെട്ടിന് പുറത്ത് നോക്കിയപ്പോൾ ഉമ്മറത്ത് ഒരു വൃദ്ധയെ മരുന്ന് കഴിപ്പിക്കുന്ന അതേ സ്ത്രീയെ അവൾ കണ്ടു. നിധിയുടെ കണ്ണ് നിറഞ്ഞു. അതെ, അത് ശാന്തമ്മ തന്നെയായിരുന്നു. നിധി മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് ചെന്നു. ശാന്തമ്മ അവളെ കണ്ടതും കയ്യിലിരുന്ന മരുന്ന് ഗ്ലാസ് അങ്ങ് താഴേക്കിട്ടു. മോളെ, നീ എന്താ ഇവിടെ? അവരുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്താ എങ്ങോട്ടേക്ക് വരാത്തത്? നികേഷിനെ ഒന്ന് കാണണ്ടേ അമ്മക്ക്? നിധി ചോദിച്ചപ്പോൾ ശാന്തമ്മ പൊട്ടിക്കരഞ്ഞു പോയി. ഭാസ്കരൻ തന്നോട് ചെയ്ത ആ ഒരു ചതീര കഥകളെല്ലാം തന്നെ അവൾ ഓരോന്നോരോന്നായി പറഞ്ഞു. നികേഷിൻ്റെ ഭാവിക്ക് താൻ തടസ്സമാവുമെന്ന് പറഞ്ഞ് ഭാസ്കരൻ അവളെ ഭീഷണിപ്പെടുത്തി നാടുകടത്തുകയായിരുന്നു. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ നിധിക്ക് ഭാസ്കരനോട് ശരിക്കും ദേഷ്യം തോന്നി. പക്ഷേ ഇപ്പോൾ ഇത് വീട്ടിൽ പറഞ്ഞാൽ എല്ലാം തകരും. ശാന്തമ്മയും കൂട്ടി നിധി നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എല്ലാവരും ഉമ്മറത്തുണ്ടായിരുന്നു. നിധിയുടെ കൂടെ ശാന്തമ്മയെ കണ്ടപ്പോൾ ഭാസ്കരൻ്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് അങ്ങ് നിലത്തേക്ക് വീണ് പൊട്ടി. അയാൾ വിറക്കാൻ തുടങ്ങി. അച്ഛാ, ഇനി ഒളിച്ചു വെക്കണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു, നിധി ഗർജിച്ചു. സുഭാഷും സുധീഷും ഈ ഒരു കാഴ്ച കണ്ട് ആകങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. നികേഷ് ഓടിച്ചെന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഭാസ്കരൻ തല കുനിച്ച് നിന്നു. ഗംഗാധരനെ ഭീഷണിപ്പെടുത്തിയ അതേ ഭാസ്കരൻ്റെ തന്ത്രങ്ങൾ ഇപ്പോൾ അയാൾക്ക് തന്നെ തിരിച്ചറിയായിരിക്കുന്നു. ശാന്തമ്മയെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോൾ നിധി പറഞ്ഞു, ഈ വീടിൻ്റെ ഐശ്വര്യം ഇനി ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. സുധീഷ് നിധിയെ ഒരു പുതിയ ബഹുമാനത്തോട് നോക്കി. തൻ്റെ ഭാര്യ വെറും ഒരു പെണ്ണല്ല, ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കരുത്താണ് എന്ന് സുധീഷിന് ബോധ്യമായി. അന്ന് രാത്രി ആ പഴയ വീട്ടിൽ സമാധാനത്തിൻ്റെ പുതിയൊരു വിളക്ക് തെളിഞ്ഞു. പക്ഷേ നികേഷിൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം അത് ഭാസ്കരൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടാണ് നികേഷിൻ്റെ അമ്മ ഭാസ്കരൻ്റെ കൂടെ ഈ വീട്ടിലില്ലാത്തത് എന്നും എന്തുകൊണ്ടാണ് നികേഷിൻ്റെ അമ്മ പുറത്തുപോയി താമസിക്കുന്നതെന്ന കാര്യമെല്ലാം തന്നെ ഭാസ്കരൻ പിന്നീട് സഹി കെട്ടിക്കൊണ്ട് തന്നെ നിധിയോടങ്ങ് തുറന്നു പറയാണ്. സത്യമെല്ലാം മനസ്സിലാക്കിയ നിധി ആകങ്ങ് പെട്ടുപോകും. അപ്പോൾ കൂടുതൽ എപ്പിസോഡൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. ഇനി വരാൻ പോകുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.